മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം പൊട്ടിത്തെറിച്ച് ഉണ്ണിത്താൻ എം പി. കോൺഗ്രസിൽ ഇപ്പോൾ നടക്കുന്നത് വിഭാഗീയ പ്രവർത്തനങ്ങളാണെന്നും ഉണ്ണിത്താൻ. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം ഇപ്പോൾ നടക്കുന്നത് വിഭാഗീയ പ്രവർത്തനമാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി. തെരുവിലെ കളി അവസാനിപ്പിക്കണം, തീക്കൊള്ളിക്കൊണ്ട് തലചൊറിയരുതെന്നും ഉണ്ണിത്താൻ. ഇനി തെരുവിലിറങ്ങി ഏതെങ്കിലും ഒരു നേതാവിനെ, അത് വി ഡി സതീശനാകട്ടെ, രമേശ് ചെന്നിത്തലയാകട്ടെ, കെ സി വേണുഗോപാലാകട്ടെ, ഇക്കണക്കിന് കെ സി വേണുഗോപാലിൻ്റെ ആ ഫ്ലെക്സിനകത്ത് ഉമ്മൻചാണ്ടിയുടെ പടത്തിന് പകരം രാഹുൽ ഗാന്ധിയുടെ പടമായിരുന്നെങ്കിൽ അത് വലിച്ചു കീറത്തില്ലേ? അപ്പോൾ ചോദിക്കാനും പറയാനും ഈ പാർട്ടിയിൽ ആരും ഇല്ലെന്നാണോ അവർ ധരിച്ചു വച്ചേക്കുന്നത്? അതുകൊണ്ട് ആ കളി വേണ്ട. ഇതൊരു വിഭാഗീയതയുടെ കളിയാണ്. ഇത് തീക്കൊള്ളി കൊണ്ട് തലചൊറിയലാണ്. സകല കോൺഗ്രസ്സുകാരോടും പറയുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നേതാവിനെ മുഖ്യമന്ത്രിയാക്കാൻ നിങ്ങൾക്ക് ശ്രമിക്കാം, ഏത് എക്സ്റ്റെൻറ്റ് വരെയും പോകാം. പക്ഷെ തെരുവിലെ കളി, ആ കളി അപകടമാണ്. അത് അവസാനിപ്പിക്കണം. ആർക്കു വേണ്ടിയും തെരുവിൽ ഇത്തരം പ്രകടനങ്ങൾ പാടില്ല. പ്രവർത്തകർ സംഘടനാ മര്യാദ പാലിക്കണം. ഉമ്മൻചാണ്ടിയുടെ ഫ്ലക്സ് കീറിയവർ കോൺഗ്രസുകാരല്ല. കെ സിക്കൊപ്പം രാഹുൽ ഗാന്ധിയുടെ ചിത്രമുണ്ടെങ്കിൽ അതും നശിപ്പിക്കുമായിരുന്നു. സംഘടനാ ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാലിനെ എങ്ങനെ തള്ളിക്കളയാൻ പറ്റുമെന്ന് ഉണ്ണിത്താൻ ചോദിച്ചു. പ്രകടനം നടത്തുന്ന ആളുകൾ കോൺഗ്രസ്സുകാരാണെങ്കിൽ സംഘടനാ മര്യാദകൾ പാലിക്കണം. നമുക്കറിയാമല്ലോ, തിരുവനന്തപുരത്ത് പ്രകടനം നടത്തിയ ആളുകൾ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുടെ ഫ്ലെക്സ് വലിച്ചു കീറി. മാത്രമല്ല, ഫ്ലെക്സിനകത്ത് കേരളത്തിലെ ചോദ്യം ചെയ്യപ്പെടാനാകാത്തൊരു നേതാവിൻ്റെ ചിത്രം കൂടി ഉണ്ടായിരുന്നു, ശ്രീ ഉമ്മൻചാണ്ടിയുടെ. കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാക്കളും മിണ്ടുന്നില്ല, ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. സമൂഹ മാധ്യമങ്ങളിൽ ആക്രമിക്കപ്പെടുമെന്ന് നേതാക്കൾക്ക് പേടിയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തിനു വേണ്ടി നേതാക്കൾക്ക് അവസാനം വരെ പൊരുതാം, എന്നാൽ തെരുവ് യുദ്ധം നടത്തരുതെന്നും ഉണ്ണിത്താൻ. വി ഡി സതീശനോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്കോ അനുകൂലമായി ജാഥ നടത്താൻ അവകാശത്തെ ഒന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ പിണറായി വിജയൻ്റെ ഫ്ലെക്സ് അല്ല നിങ്ങൾ വലിച്ചു കീറിയത്. നിങ്ങൾ വലിച്ചു കീറിയ ഗോവിന്ദൻ മാസ്റ്റർ ഫ്ലെക്സ് അല്ല. കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതല വഹിക്കുന്ന, കേരളത്തിൽ നിരവധി വർഷക്കാലമായി ഫീൽഡിലുള്ള ഒരു നേതാവിൻ്റെ ഫ്ലെക്സ് ബോർഡ് വലിച്ചു കീറുന്നു. അതിനകത്ത് ഉമ്മൻചാണ്ടിയും ചവിട്ടി കൂട്ടി ചുരുട്ടി എടുത്ത് ദൂരെ കളഞ്ഞു. ആ പ്രവൃത്തി ആരാണോ ചെയ്തത് അവന്മാരെ കോൺഗ്രസ്സായി കാണാൻ പറ്റില്ല. കെ സി വേണുഗോപാലിൻ്റെ ഔദാര്യം പറ്റിയ എത്രയോ ആളുകളുണ്ട്. ഏതെങ്കിലും ഒരു അക്ഷരം മിണ്ടിയോ ഇതുവരെ? സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുടെ ഫ്ലെക്സ് വലിച്ചു കീറിയിട്ട് അദ്ദേഹത്തിൻ്റെ ഔദാര്യത്തിൽ ഇന്ന് പാർട്ടിയുടെ ഉന്നതങ്ങളിൽ പ്രവർത്തിക്കുന്ന എത്ര പേരുണ്ട്? ആരെങ്കിലും ഒരുത്തൻ കമാന്ന് മിണ്ടിയോ? ഹൈക്കമാൻഡ് തീരുമാനം വന്നാൽ ഒരു എതിർ ശബ്ദവും ഉയരില്ലെന്ന് ഉണ്ണിത്താൻ. മാത്യു കുഴൽനാടനെയും വിമർശിച്ച് ഉണ്ണിത്താൻ രംഗത്തെത്തി. മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ ലീഗ് ഉൾപ്പെടെ എല്ലാവർക്കും അവകാശമുണ്ട്. അവകാശമില്ല എന്ന് ഒരു നേതാവിനും പറയാനാവില്ല. അങ്ങനെ പറഞ്ഞവരുടെ പാരമ്പര്യം എല്ലാവർക്കും അറിയാം. കേരളത്തിലെ മുഴുവൻ ആളുകളും യു ഡി എഫിനെ ജയിപ്പിക്കാൻ അഹോരാത്രം പ്രവർത്തിച്ച എല്ലാ ആളുകൾക്കും അവകാശപ്പെട്ടതാണ്, അർഹതപ്പെട്ടതാണ് ഈ വിജയം. ഈ വിജയത്തിൽ മാധ്യമപ്രവർത്തകർക്കും റോളുണ്ട്. അവരും അവരുടെ അഭിപ്രായം പറയും. അതിനകത്ത് അവർക്കിഷ്ടമുള്ള അഭിപ്രായം പറയുമ്പം ആർക്കും ചൊറിയേണ്ട കാര്യമില്ല. അതുകൊണ്ട് അവരെ ചൊറിയേണ്ട കാര്യമില്ല. അവരാണ് സത്യത്തിൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനവിരുദ്ധത, ധാർഷ്ട്യം, ധിക്കാരം, കെടുകാര്യസ്ഥത, അഴിമതി ഇതൊക്കെ പൊതുജന മധ്യത്തിൽ കൊണ്ടുവന്ന് ഒരു ചർച്ചയാക്കിയതിൽ അവർക്കുള്ള പങ്കൊക്കെ അനിഷേധ്യമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിളക്കമാർന്ന വിജയമുണ്ടായിട്ടും മുഖ്യമന്ത്രി തർക്കത്തെ ചൊല്ലി പ്രവർത്തകർ തെരുവിലിറങ്ങുന്നത് വിജയത്തിന്റെ ശോഭ കെടുത്തിയിട്ടുണ്ട്. ദില്ലിയിൽ ഹൈക്കമാൻഡ് തീരുമാനം കാത്തിരിക്കുകയാണ് പ്രവർത്തകർ. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.